ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും നല്ല സുഖമല്ലേ? നമുക്കിവിടെ നല്ല സുഖം തന്നെ, അൽഹംദുലില്ലാ. ഞാൻ ഇന്ന് നല്ലൊരു ദോശയും പച്ചമാങ്ങയിട്ട് നല്ലൊരു മീൻ കറിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആദ്യം ദോശയ്ക്ക് നമുക്ക് സാധാരണ ചോറ് വേണമല്ലോ. ദോശക്ക് അരിയിട്ടതിന് ശേഷം ചോറിൻ്റെ കാര്യം അധികം ഓർമ്മിക്കില്ല. നമ്മൾ ഉച്ചക്ക് ചോറ് ഉണ്ടാക്കലില്ല. അതുകൊണ്ട് പിന്നെ അരി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് ചോറ് സാധാരണ ഉണ്ടാക്കലാണ്. ഇന്ന് ഞാൻ വിചാരിച്ച് ചോറില്ലാതെ നമുക്ക് ദോശ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ഈ ദോശയിലിടുന്ന ചോറിന് പല നാട്ടിൽ പല പേരാ പറയല്. എൻ്റെ ഉമ്മ നമ്മളെ വീട്ടിൽ ചോറ് ദോശയിലിടാകുമ്പം അതിന് അന്നം എന്ന് പറയും. ദോശക്ക് ചോറിടുമ്പോൾ അന്നം എന്ന് വിളിക്കും, എന്തിനാണെന്നറിയില്ല. പിന്നെ മറ്റൊരു നാട്ടിൽ എൻ്റെ വന്ന് കല്യാണം കഴിച്ചുകൊണ്ട് ഇപ്പോൾ അടുത്ത് ചോറിന് ദോശയിലിടാൻ നേരം വറ്റെന്ന് പറയും. നമ്മളിവിടെ ദോശയിലിടുന്നെങ്കിലും ഇല്ലെങ്കിലും എപ്പോൾ ചോറുണ്ട്. അപ്പോൾ ചോറ് ദോശയിലിടാൻ പോകുമ്പോൾ അന്നം ഇടുകയെന്ന് പറഞ്ഞാൽ പിന്നെ എണ്ണ പിടിച്ച് ദോശയിലിട്ടേക്കും. അതുകൊണ്ട് പിന്നെ ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആദ്യം കല്യാണം കഴിഞ്ഞ് പോയപാട് വറ്റെന്ന് പറഞ്ഞാൽ മനസ്സിലാവാറില്ല. ഞാൻ വറ്റെടുക്ക് ദോശയിലിടാൻ വേണ്ടിയിട്ട് അവർ അമ്മിയിലാണ് അന്നേരം ദോശൻ്റെ മാവ് ഉണ്ടാക്കല് അരച്ചിട്ട്. അപ്പം അവർ ഇരുന്ന് പോയാൽ എന്നോട് പറയുമെന്ന് വറ്റെടുത്തിട്ട് വന്ന്. ഞാൻ ആദ്യം വറ്റെന്താന്ന് മനസ്സിലാവായിട്ട് കല്യാണം കഴിഞ്ഞ ആദ്യത്തിലാണല്ലോ. വറ്റെന്താന്ന് ചോദിക്കാനുള്ള ഒരു ധൈര്യമല്ല, ഒരു നാണക്കേട്. അതുകൊണ്ട് ഞാൻ പിന്നെ വറ്റിയെന്ന് പറഞ്ഞാൽ വിചാരിച്ച് ദോശൻ്റെ അരി വാരാനുള്ള പാത്രം ഇരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരു പാത്രം എടുത്തുകൊണ്ട് കൊടുത്തരാം. പെണ്ണുങ്ങൾ ചിരിച്ചിട്ട് എനിക്ക് വറ്റിയെന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ദോശക്കിടാൻ ചോറിനാ പറയുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ചോറെടുത്തോണ്ട് കൊടുത്ത്. അങ്ങനെ ദോശൻ്റെ ചോറിന് പല പേര് പറയുന്നുണ്ടല്ലോ. നമ്മൾ ഇവിടെ ഇപ്പം സൗദിയിൽ ഞാൻ ചോറൊന്നും പറയില്ല കേട്ടാ. നാട്ടിൽ നിന്ന് പിന്നെ അന്നം എന്ന് പറയും. അങ്ങനെ നിങ്ങളെല്ലാം എന്താ പറയല്? അത് കമൻറ്റിലൂടെ അറിയിക്കണം. നിങ്ങൾ ആരും ഒരു കമൻറ്റോ ഒരു ലൈക്കോ ഒന്നും ഇടുന്നില്ലല്ലോ. എന്നെ അറിയുന്ന 2-3 ആൾ മാത്രമേ ലൈക്ക് ഇടുന്നുള്ളൂ. നിങ്ങളെ ലൈക്കും കമൻറ്റും മാത്രമേ നിങ്ങൾക്ക് പിന്നെ വീഡിയോ ഇടാൻ ഒരു സന്തോഷം നമ്മളെപ്പോലത്തെ ആൾക്കുണ്ടാകാൻ കേട്ടാ. അതുകൊണ്ട് ലൈക്കും കമൻറ്റെല്ലാം ഒന്ന് ഇടണേ, മറക്കല്ലേ. അപ്പം തന്നെ ലൈക്ക് ഇട്ടാൽ നല്ല വീഡിയോ ആണ്. പിന്നെ എന്തിനാ ലൈക്ക് ഇടാണ്ടിരിക്കുന്നത്? നല്ല വീഡിയോ ആണ്, അടിപൊളി വീഡിയോ. നമുക്ക് ചോറിടാണ്ട് എങ്ങനെ ദോശ ഉണ്ടാക്കുന്ന നോക്കാമല്ലോ. നേരം ഞാൻ അരി വെള്ളത്തിലിട്ടതിന് ശേഷം പിന്നെ 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പില്ലേ, നമ്മൾ പായസത്തിലെല്ലാം ഇടുന്ന ആ പരിപ്പും 2 ടേബിൾ സ്പൂൺ നമ്മൾ ചുവന്ന പരിപ്പ് ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ ചുവന്ന പരിപ്പ്, പിന്നെ ഒരു 1/4 കപ്പ് ഈ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചോറിടാണ്ട് ദോശ ഉണ്ടാക്കലുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ദോശ ഉണ്ടാക്കി നോക്കുമ്പോഴാണെങ്കിൽ നല്ലൊരു ക്രിസ്പിയും പിന്നെ ഒരു അടിപൊളി നല്ല ദോശ. ഞാൻ ഫസ്റ്റിൽ ചോറിടാണ്ട് ഉണ്ടാക്കി ഇതുപോലെ പരിപ്പോ ഉഴുന്ന് പരിപ്പോ ഒന്നും ഇടാണ്ട് പിന്നെ എന്തെങ്കിലും ഒരു തേങ്ങ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ആക്കി നോക്കി. ചോറ് കുറച്ച് കുറഞ്ഞാൽ മതി. നമ്മൾ സാധാരണ ഇടുന്ന ഒരളവുണ്ടാവില്ല, ആ അളവിൽ കുറച്ച് കുറഞ്ഞാൽ തന്നെ ദോശ ഉണ്ടാക്കി വരുമ്പോൾ പിന്നെ ക്രിസ്പി ആവില്ല, സോഫ്റ്റും അല്ല, ഒരു കീറൽ വരും നടുക്കല്ലോ. അതുകൊണ്ട് പിന്നെ ആ ദോശൻ്റെ അരി തന്നെ ഇങ്ങനെ കാണുകയും ചെയ്യും. വെന്താലും അങ്ങനെ വേണം. അങ്ങനെയെല്ലാം ആയിട്ട് പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ദോശ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ചോറിടാണ്ട് ഇന്ന് ഇതുപോലെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ 1/4 കപ്പ് ഉഴുന്ന് പരിപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ പരിപ്പ്, 2 തരം പരിപ്പ്, പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങയാണ്. ഞാൻ ഇവിടെ ഡ്രൈ കോക്കനട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ ഇവിടെ അടുത്ത ബക്കാലിലെല്ലാം കിട്ടും, സൂപ്പർ മാർക്കറ്റിലെല്ലാം. മറ്റേ പച്ചത്തേങ്ങയൊക്കെ കുറേ ദൂരെ പോകണമല്ലോ. ഞാൻ പറഞ്ഞില്ല, നമ്മൾ നാടൻ സാധനത്തിന് ബത്തയിലെല്ലാം പോകണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോകളെല്ലാം ഒന്ന് നോക്കിയിട്ട് ലൈക്ക് കമൻറ്റെല്ലാം ഇടുക കേട്ടോ. അങ്ങനെ അത് നന്നായി ആവശ്യത്തിൽ വെള്ളം ചേർത്തിട്ട് നന്നായി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാൻ വെച്ച് ചുട്ടെടുക്കാം. നല്ല അടിപൊളി ദോശ. ഞാനിപ്പോൾ ചുട്ട ദോശ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനൊരു 5-10 മിനിറ്റ് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ദോശ ആകുമായിരിക്കും. ഞാൻ പിന്നെ ആക്കിയപാട് തന്നെ ചുട്ട് നോക്കാൻ പറ്റുമായിരിക്കും. ഞാൻ പിന്നെ അങ്ങനെ നോക്കിയതാണ്. നിങ്ങൾ ആക്കിയപാട് ചുട്ട് നോക്കിക്കോ. അങ്ങനെ നമ്മൾ നല്ല അടിപൊളി ദോശ ഇവിടെ റെഡിയായി. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് പച്ചമാങ്ങയിട്ട ഫിഷ് കറിയാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ ദോശ റെഡിയായി കണ്ട നല്ല അടിപൊളി ദോശ. നമ്മൾ ക്രിസ്പി മസാല ദോശ, അങ്ങനെ ചമ്മന്തിയെല്ലാം, ദോശയും ചമ്മന്തിയും ഇല്ല അങ്ങനെ കഴിക്കാം. പിന്നെ സാമ്പാറിനെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ദോശ. നമ്മൾ സാധാരണ ചോറിട്ടിട്ടാക്കുമ്പോൾ പിന്നെ ഒരു സോഫ്റ്റ് ദോശയെല്ലാം ഉണ്ടാവില്ല, ഇത് നല്ല ക്രിസ്പി. ഇങ്ങനത്തെ ക്രിസ്പി ദോശയെന്ന് ഇവിടെ അധികം ആൾക്കും ഇഷ്ടം. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയായിരിക്കോ, ഇല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. ഇപ്പം തന്നെ എന്തെങ്കിലും കമൻറ്റ് ഇട്ട് ഒരു ഇമേജ് ആയാലും മതി കേട്ടോ. അപ്പം എന്നിട്ട് ഞാൻ പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ഫുള്ള് കറി വെച്ചാൽ തീരുമല്ലോ, അതുകൊണ്ട് പിന്നെ മീൻ കുറച്ച് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് പിന്നെ അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് മീനിന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ ഈ മീനിൻ്റെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ, എന്ത് മീനാണ്, മയിലല്ല, എന്താണെന്നറിയില്ല. അപ്പം അങ്ങനെ ഞാനത് മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നാട്ടിലെ മത്തിക്ക് 400 റുപ്യ അങ്ങനെ എന്തോ അല്ലല്ലേ. മറ്റെല്ലാ മീനിനും വില കുറവാണ്. നമ്മൾ നാട്ടിൽ മത്തിക്ക് 400 റുപ്യ എന്ന് പറഞ്ഞാൽ വിചാരിക്കും നല്ല മീനിന് നല്ല പൈസ ഇരിക്കുന്നു. പക്ഷെ അയിലക്കും ചെമ്മീനെല്ലാം ചെറിയ പൈസയില്ല. നമ്മൾ സാധാരണ വാങ്ങുന്ന അതേ വിലയില്ലോ എന്ന് പറഞ്ഞു ഉമ്മാനെ വിളിച്ചേരാം. ചെമ്മീന് 150 റുപ്യാണ് എന്തോ ഇല്ലോ എന്ന് പറഞ്ഞു, നല്ല ഫ്രഷ് ചെമ്മീനല്ലേ. അപ്പം മത്തി വാങ്ങണ്ട, ചെമ്മീൻ വാങ്ങിക്കോ എല്ലാവരും, നേരെ ടെൻഷൻ തീർന്നില്ല. അപ്പോൾ ഈ മീനിൽ പിന്നെ ഞാൻ ഇതാക്കിയിട്ട് മീൻ മസാല തേച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. നല്ല പച്ച വാങ്ങിട്ട കറിയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പച്ച വാങ്ങിട്ട കറി നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്കിവിടെ പച്ച വാങ്ങിക്കെല്ലാം നല്ല ഡിമാൻഡാണ്. നാട്ടിലെല്ലാം മാവിലെല്ലാം ഉണ്ടാകുന്നതുകൊണ്ട് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടാവില്ല അല്ലേ. ഇപ്പം മഴക്കാലമായതുകൊണ്ട് വേണമെങ്കിൽ തീർന്നിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ പിന്നെ മീനിങ്ങനെ മസാല തേച്ച് പിടിപ്പിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. ഇത് നമുക്കൊരു 5-10 മിനിറ്റ് അങ്ങോട്ട് അടച്ചു വെക്കാം. എന്നാലല്ലേ മുളകും ഇതെല്ലാം അതിന് പിടിക്കും. മുളകും ഉപ്പും എല്ലാം പിടിച്ച് കിട്ടണമെങ്കിൽ ഞാൻ ഈ മീനിന് ഇത് കട്ട് ചെയ്തിട്ട് തന്നെ കിട്ടും കേട്ടോ. ഈ വലിയ മീനെല്ലാം ഇവിടെ കട്ട് ചെയ്തിട്ട് തന്നെ വരുന്നുണ്ട്. വാങ്ങുമ്പോൾ നമുക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ടാണ് തരാൻ. കഴുകൂല, പക്ഷെ അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് അവർ തരാൻ. അതുകൊണ്ട് നല്ല തന്നെ നമുക്ക് നാട്ടിലാണെങ്കിൽ ഇതുപോലത്തെ മീനെല്ലാം വാങ്ങിയാൽ കട്ട് ചെയ്യണമല്ലോ. വലിയ അയക്കൂറ് പോലത്തെ മീനെല്ലാം അവർ കട്ട് ചെയ്ത് തരും. ഫിഷ് കൊണ്ടുവരുന്നോളൂ, അറിയില്ല ഇപ്പം എങ്ങനെയാണെന്ന്, കുറേ ഞാൻ കാണാത്ത. അങ്ങനെ ഒരു മിക്സിയിൽ കുറച്ചും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ചെറിയ പീസ് പുളിയും പിന്നെ ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ജസ്റ്റ് പുളി ചെറിയൊരു പീസായിരുന്നില്ല, കാരണം ഞാൻ പച്ചമാങ്ങ ഇടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ പച്ചമാങ്ങ ഇടുന്നുണ്ട്, ഇപ്പം ഇടുന്നില്ല കേട്ടോ, മിക്സിയിൽ ഇടുന്നില്ല. തക്കാളി പിന്നെ ചെറിയ പീസ് പുളി, മുളക് പൊടി, ഇവ നന്നായി ഒന്ന് ജസ്റ്റ് അരച്ചതിന് ശേഷം നമുക്ക് ഈ മീനിലൊഴിച്ച് ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ ഈ ഫ്രൈക്ക് വേണ്ടിയിട്ട് മിക്സ് ചെയ്തില്ല, അതും കൂടെ ഇതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണിക്കുന്നില്ല, ഈ മീനിൻ്റെ എനിക്ക് കുറേ കാണിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, മീനെ ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. പിന്നെ പച്ചമാങ്ങ കട്ട് ചെയ്തിട്ട് നമുക്ക് അതിലിട്ട് കൊടുക്കാം. പച്ചമാങ്ങ നന്നായി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല പച്ചമാങ്ങ, ഞാൻ തന്നെ പോയിട്ട് എടുത്തതാണ്. ആണുങ്ങളെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉണങ്ങിയ പോലത്തെ മാങ്ങ എടുത്തിട്ട് വരും. ഒരു പഴുത്ത മാതിരിയായിരിക്കും തുടങ്ങും ഞെങ്ങു, എന്നാലാണെങ്കിൽ പഴുത്തിട്ടുണ്ടാവില്ല, പുളിമാങ്ങായിരിക്കും. അങ്ങനത്തേതാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാനും ഇടാനും എല്ലാം ഒരു മടിയല്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ട് പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. മീൻ കറിക്ക് വെളിച്ചെണ്ണയല്ല നല്ല. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എങ്ങനെ സവാള ഇട്ടില്ല വെളിച്ചെണ്ണയിൽ നന്നായി ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുളകും പുളിയും പിന്നെ ചെറിയ പീസ് പുളി ഇട്ടാൽ മതി. നമ്മൾ എന്തായാലും മാങ്ങ ഇടുന്നുണ്ടല്ലോ, പച്ചമാങ്ങക്കൊത്ത് നല്ല പുളി ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് പിന്നെ ഒരു ചെറിയ പീസ് പുളിയായിട്ടിട്ടല്ലോ, പുളി അധികമായി പോകാൻ പാടില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉലുവയും കൂടെ ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഇങ്ങനെ പിന്നെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറുത്തെടുത്താൽ ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുന്നുണ്ട് ഫിഷ് കറിക്ക്. അതുകൊണ്ട് പിന്നെ നമ്മളെ നാട്ടിലെല്ലാം ഉമ്മയിലും പിന്നെ
ഈ ഉലുവ ആദ്യം തന്നെ വറുത്തിട്ട് പൊടിച്ചു വെക്കും മീൻ കറിയിലിടാൻ. എന്നാൽ പിന്നെ മീൻ കറി വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മീൻ മുളകും പുളിയെല്ലാം ഇതിലൊഴിച്ചു കൊടുത്ത് കേട്ടോ. പിന്നെ പച്ചമാങ്ങ അതിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ പച്ചമാങ്ങ വേഗമൊന്നും വെന്ത് കിട്ടൂലല്ലോ. അങ്ങനെ കട്ട് ചെയ്ത് വെച്ച പച്ചമാങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ എല്ലാം ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം കറിവേപ്പില ഇട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ഉപ്പ്, മുളക് ഇതൊന്നും പോരെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ പിന്നെ ആ ഫസ്റ്റ് മിക്സിയിലിട്ട മുളക് മാത്രമല്ല ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സ് ചെയ്തില്ലേ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകല്ലോ അതും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചതിന് ഒരു ഫ്രൈ പാൻ ചൂടായാൽ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് മീൻ ഫ്രൈ ചെയ്യാനിടാം. ഈ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് അടിമറിച്ചിടുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നോക്കില്ല. ഏത് ഫ്രൈ പാനായാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. നമ്മൾ പൊതുവേ മീൻ ഞാൻ ഫ്രൈ ചെയ്യാൻ ഒരു പഴയ ഫ്രൈ പാൻ എടുക്കില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വെന്തതിന് ശേഷം ഫ്രൈ ആയതിന് ശേഷം വേഗം ചൂടോടെ അടിമറിച്ചിടാതെ തണുത്തതിന് ശേഷം അടിമറിച്ചിട്ടാൽ മതി. അന്നേരം അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് ഇല്ലാണ്ടാക്കുക കേട്ടോ. നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അങ്ങനെ ഞാൻ എന്താക്കിയ മീൻ വെന്തു. പിന്നെ മാങ്ങയാണെങ്കിൽ പെട്ടെന്നൊന്നും വെന്ത് കിട്ടൂലല്ലോ പച്ചമാങ്ങ ആയതുകൊണ്ട്. അതുകൊണ്ട് വെന്ത മീൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ മാങ്ങ ഒന്ന് സ്പൂണോട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റെല്ലാം കറിയിൽ വരുമല്ലേ, പുളിപ്പെല്ലാം. അതുകൊണ്ട് പിന്നെ ഞാൻ ആ കറിയിൽ നിന്ന് മാങ്ങ ഒന്ന് ഉടച്ചെടുത്ത് മീൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് കാണിച്ചിട്ടില്ല. അല്ലെങ്കിൽ മീനോട് നമ്മൾ സ്പൂണോട് ഇട്ട് ഉടക്കുമ്പം പിന്നെ മീനെല്ലാം പൊടിഞ്ഞു പോകില്ലേ. അതുകൊണ്ട് മീൻ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ മാങ്ങ ഉടച്ചു കൊടുക്കാം. മാങ്ങ ഉടച്ചതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുത്ത് അടച്ചു വെക്കാം. വെന്തതാന്നല്ലോ, ഇനി തിളപ്പിക്കൊന്നും വേണ്ട, വെന്ത് പൊടിഞ്ഞു പോകും. അങ്ങനെ നമ്മൾ നല്ലൊരു ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും നല്ല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യുകയും വേണം. ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്, മഅസ്സലാമ, താങ്ക് യു.